കർഷകൻ മുട്ടുമടക്കരുത് എന്ന വാശിയോടെ കർഷകന്റെ ശബ്ദമായി മാറുന്ന, ഏറ്റവും ഒടുവിൽ ഇന്തോ അമേരിക്ക കരാറിൽ കർഷകന് പ്രയാസം വരുമ്പോ രാജ്യത്തോട് അവർക്ക് പ്രയാസം ഉണ്ടാവരുത്, അത് ക്യാൻസൽ ചെയ്യണമെന്ന് ആർജവത്തോടെ പറയുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിക്ക് ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. നിറഞ്ഞ കൈയടികളോടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ ആരും നിൽക്കാൻ പാടില്ല. ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിക്കാം. താങ്ക് യു. യോഗത്തിന് സ്വാഗതവും ആമുഖവും ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ പേരാവൂരിൻ്റെ ജനനായകൻ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ അധ്യക്ഷൻ, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവരെ ആദരപൂർവ്വം ക്ഷണിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ശക്തികളുടെ, മതേതര വിശ്വാസികളുടെ കരുത്തും ആത്മവിശ്വാസവുമായ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി, ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ MP, പ്രിയപ്പെട്ട ശ്രീ K സുധാകരൻ MP, ശ്രീ ഷാഫി പറമ്പിൽ MP, ശ്രീമതി ദീപാദാസ് മുൻഷി, പ്രിയപ്പെട്ട ശ്രീ സജു ജോസഫ് MLA, മറ്റ് സഹപ്രവർത്തകരായ നേതാക്കന്മാരെ, നല്ലവരായ കർഷക സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദികരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമുക്കെല്ലാം വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ടാണ് നമ്മളുടെ ഇടയിലേക്ക് രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ പ്രിയങ്കരനായ രാഹുൽജി ഈ പേരാവൂരിൻ്റെ മണ്ണിലേക്ക്, തൊണ്ടിയിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. നമുക്കറിയാം ആരാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി, രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പരമ്പരയിൽ ജനിച്ചു വളർന്ന രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. നമുക്കറിയാം ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഇന്ദിരാ പ്രിയദർശിനിയുടെ ചെറുമകനാണ് നമ്മളുടെ ഇടയിലെത്തിയിട്ടുള്ള പ്രിയങ്കരനായ ബഹുമാന്യനായ രാഹുൽജി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ ബലിക്കല്ലിൽ ജീവൻ ബലിയർപ്പിച്ച നാം ഏവരുടെയും പ്രിയങ്കരനായ ഈ തൊണ്ടിയിൽ രാജ്യവിദ്യയുടെ നാമധേയത്തിൽ ഒരു ഓഫീസുണ്ട് എന്നത് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാൻ എനിക്കും KCക്കും വലിയ അഭിമാനമുണ്ടായി. ആ രാജ്യവിദ്യയുടെ മകനാണ് പ്രിയങ്കരനായ രാഹുൽജി, ഇന്ന് നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ നേതാവ്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം തൻ്റെ കൈകളിൽ സുരക്ഷിതമായി എത്തിച്ചപ്പോൾ തനിക്ക് പ്രധാനമന്ത്രിയാകേണ്ട, രാജ്യത്തെ ജനങ്ങളെ സേവിച്ചാൽ മതി, സ്നേഹിച്ചാൽ മതി, അവർക്ക് വേണ്ടി സേവനം ചെയ്താൽ മതി എന്ന് പറഞ്ഞ ധീരയായ സോണിയാജിയുടെ പ്രിയങ്കരനായ പുത്രനാണ് രാഹുൽ ഗാന്ധി. ഇന്ന് നമ്മളുടെ പ്രതീക്ഷ. അദ്ദേഹത്തെ പേരാവൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർഷകരുടെ പ്രയാസങ്ങൾ, കാർഷിക മേഖലയുടെ ദുരിതങ്ങൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽജി എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട് ഒരു കാർഷിക പ്രാധാന്യമുള്ള നാടാണ്. നമുക്കറിയാം കൃഷിക്കാര് അന്നം നൽകുന്നവരാണ്, രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, മണ്ണിൽ പണിയെടുക്കുന്നവരാണ്, അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. അതുപോലെ ധാന്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. ആ കർഷകന്റെ കണ്ണീര് കാണാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കർഷകൻ കടക്കണിയിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. വില സാധനങ്ങൾക്കില്ല, നിത്യോപയോഗ സാധനങ്ങൾക്ക് വർദ്ധിച്ച വില, എന്നാൽ കാർഷിക വിളകൾക്ക് വിലയില്ല. പ്രകൃതി ദുരന്തത്തിന്റെ പ്രതിസന്ധികൾ നേരിടുന്നു. ആ പ്രയാസങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് പേരാവൂര്. നമുക്കറിയാം തൊണ്ടി
കുടിയേറ്റ കർഷകരുടെ ഏറ്റവും ആദ്യം കാല് പതിഞ്ഞ പ്രദേശമാണ് തൊണ്ടിയിൽ. നമുക്കറിയാം, നമ്മുടെ കർഷക കാരണവന്മാർ മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് കനകം വിളയുന്ന പ്രദേശമായി ഈ നാടിനെ മാറ്റിയ മലമ്പാമ്പിനോടും മലമ്പനിയോടും മല്ലടിച്ച് ഈ മലയോരത്തെ ഇന്നത്തെ മനോഹരമായ കാർഷിക ഭൂമിയാക്കി മാറ്റിയ മലയോര കർഷകന്റെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രാഹുൽജിയോടൊപ്പം നമുക്കറിയാം, ഇന്ത്യയിൽ ഒട്ടാകെ യാത്ര ചെയ്യുന്ന, അത് കാശ്മീരിലെ പ്രശ്നമുണ്ടായപ്പോഴും മണിപ്പൂരിലെ പ്രശ്നമുണ്ടായപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലാ രംഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പീഡനമുണ്ടായപ്പോഴെല്ലാം അവിടെ രാഹുൽജിയോടൊപ്പം ഓടിയെത്തിയ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്, കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്ന പ്രിയങ്കരനായ നേതാവ് ശ്രീ KC വേണുഗോപാൽ MPയെ, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ KC വേണുഗോപാലിനെ ഞാൻ ഈ കാർഷിക വേദിയിലേക്ക്, ഈ കൃഷിക്കാരന്റെ മണ്ണിലേക്ക് ഹൃദയംഗമമായി സ്വാഗതം അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ K. സുധാകരൻ MP നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊള്ളുന്ന നമ്മുടെ കരുത്തുറ്റ പാർലമെന്റ് അംഗം ശ്രീ K. സുധാകരൻ MPയെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, അദ്ദേഹം തൊണ്ടിയിൽ നമ്മുടെ രാജീവ്ജി നാമധേയത്തിലുള്ള ഓഫീസ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ദീപാദാസ് മുൻഷി ഇന്നൊരു മലയാളിയായി മാറിക്കഴിഞ്ഞു, നമ്മുടെ ഇടയിലുണ്ട്, എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കുന്നു. ഇന്നലെയും ഇവിടെ വന്നിരുന്നു. ദീപാജിയെ ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷാഫി പറമ്പിൽ, അദ്ദേഹം വടകരയുടെ മാത്രം MP അല്ല, അദ്ദേഹം കേരളത്തിന്റെ പൊതു സ്വത്താണ്. നമ്മളുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ ഈ പരിപാടി ആവിഷ്കരിക്കാൻ, ആലോചിക്കാൻ തന്നെ ഇവിടെ അദ്ദേഹം വന്നെത്തി. ഇന്നലെയുണ്ടായിരുന്നു. രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് എല്ലാവരുടെയും കൂടെ ഇതിന് നേതൃത്വം നൽകിയ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ MPയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സജീവ് ജോസഫ് MLA, ഇരിക്കൂറിന്റെ MLA ആണ്. മലയോരത്തിന്റെ കാർഷിക പ്രശ്നങ്ങൾ നന്നായി പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സജീവ് ജോസഫ് MLA ഹൃദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഷാജി അച്ഛൻ ഈ പരിപാടി ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആലോചിച്ച്, എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ രാഹുൽജിക്ക് കൃഷിക്കാരെ കാണാൻ പറ്റിയൊരു സ്ഥലം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക്, ഞങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് മാർട്ടിൻ ജോർജ്, സജീവ് ജോസഫ് എല്ലാവരും ആലോചിച്ചപ്പോൾ ഒരേ ഒരു സ്ഥലമാണ് കണ്ടെത്തിയത്. അത് തൊണ്ടിയിലെ ഈ പാരീഷ് ഹാളാണ്. അച്ഛനോട് സംഘാടകനെ പോലെ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് പിതാവിന്റെ പങ്കാളിത്തം കൂടി നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു. പിതാവ് എറണാകുളത്തായതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അച്ഛന്മാർ ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധിയായി ഷാജി അച്ഛനെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കർഷക സുഹൃത്തുക്കൾ, വിവിധ പ്രദേശങ്ങളിലെ കർഷക സുഹൃത്തുക്കൾ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രസംഗങ്ങളില്ല. നമ്മളോട് ആശംസകൾ അറിയിക്കാൻ ബഹുമാന്യനായ കണ്ണൂരിൻ്റെ ജനനായകൻ, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് ശ്രീ K. സുധാകരൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ രാഹുൽജി, വേദിയിലെ മറ്റ് വിശിഷ്ടാതിഥികൾ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്ക് അപൂർവമായി നമുക്ക് കിട്ടിയ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽജിയുടെ ഈ സാന്നിധ്യം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്തൊരു കുളിർമയുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ നിങ്ങളെ, കർഷകരെ, ഈ നാടിൻ്റെ നട്ടെല്ലായ കാർഷിക രംഗത്തുള്ള ആളുകളെ മുഖാമുഖം കാണാൻ ഡൽഹിയിൽ നിന്ന് പറന്നിവിടെ എത്തിയ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെൽക്കം ചെയ്യുന്നു. ആ ആത്മാർത്ഥതയുണ്ടല്ലോ, ഒരു കർഷകരോട് ഒരു നേതാവ് കാണിക്കുന്ന മനസ്സ്, ആ മനസ്സിൻ്റെ വലിമ, ആ മനസ്സിൻ്റെ മഹിമ, അതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന നമ്മുടെ മുൻപിൽ നിൽക്കുന്ന രാഹുൽജി നമ്മുടെ ഈ നാടിൻ്റെ ശബ്ദമാണ്, ഈ നാടിൻ്റെ വികാരമാണ്, ഈ നാടിൻ്റെ വിചാരമാണ്, ഈ നാടിലെ ജനങ്ങളുടെ എല്ലാമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. നമ്മുടെയൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാഹുൽജിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും കാത്ത് ഞങ്ങളൊക്കെ നിൽക്കുകയാണ്. ഈ നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി അത് തുഴയാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു കപ്പിത്താനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽജി മാറട്ടെ, ഉയരട്ടെ, പടരട്ടെ, പന്തലിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശീർവദിക്കാനുള്ളത്.
വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിന് തിരക്കുണ്ട്. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ നാടിൻ്റെ ശബ്ദമായി ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽജിയും നമ്മളോടൊപ്പം മാറട്ടെ എന്ന് ഞങ്ങൾ സ്നേഹപുരസരം ആവശ്യപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി അവരോടൊപ്പം ഒട്ടി നിൽക്കാൻ നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ ഞാനും നിങ്ങളും ഉപയോഗിക്കണം എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. 2 വാക്ക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിൽ അവിവേകമാണ് എന്ന് എനിക്കറിയാം, എങ്കിൽ പോലും എനിക്ക് നന്ദിയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഈ ജില്ലയിൽ നിന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ കൊടി പിടിച്ച ഒരാൾ ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്താണ്. പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ കേന്ദ്രമന്ത്രി കേരളത്തിലെ വേദിയിൽ ഇരിക്കുമ്പോൾ കേരളത്തിന് വേണ്ടത് ചോദിച്ചു വാങ്ങാൻ കെൽപ്പുള്ള പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട രാഹുൽജി, PCC പ്രസിഡന്റ്, MP, വേദിയിലെ ബഹുമാന്യരെ, ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് ഞങ്ങളെല്ലാം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേദിയല്ല. നമ്മുടെ നാട്ടിലെ കർഷകർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് നേരിട്ടവരോടുമായി സംവദിക്കാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ജനനായകനായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയെ പ്രസംഗം കേൾക്കാനാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. ഈ തൊണ്ടിയിൽ ഗ്രാമം നമുക്കറിയാം, അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച ഗ്രാമമാണ് ജിമ്മി ജോർജിലൂടെ. ഒരുപാട് മലയോര കർഷകർ മണ്ണിനോട് പടവെട്ടി മണ്ണിനെ പൊന്നാക്കുന്ന നാടാണ് ഈ നാട്. പേരാവൂരും എരിക്കൂറും നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയതിലാണ്. അതുപോലെ വേദനകളും പ്രയാസങ്ങളും നേരിടുന്നവരാണ് നിങ്ങളെല്ലാവരും. റബ്ബറിന് എനിക്ക് ഓർമ്മയുണ്ട്, 80 രൂപയായിരുന്നൊരു കാലം ഈ നാട്ടിലുണ്ടായിരുന്നു. പാവപ്പെട്ടവർ സങ്കടത്തോടെ നിന്ന കാലം. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അന്ന് ധീരമായി 150 രൂപ താങ്ങുവിലയായി പ്രഖ്യാപിച്ചതാണ് റബ്ബർ കൃഷിക്കാർക്കെന്ന് ഏറ്റവും ആശ്വാസമായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് റബ്ബറിന് അല്പം ഭേദപ്പെട്ട വിലയുണ്ട്. പക്ഷേ ആ വിലയ്ക്ക് അനുസരിച്ചുള്ള താങ്ങുവിലയല്ല ഇന്നത്തെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കൃഷിക്കാരുടെ പ്രയാസങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് ഇവിടെ സൂചിപ്പിക്കും, രാഹുൽജി പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മാത്രം, കൃഷിക്കാരൻ്റെ കൂടെ നിൽക്കാതെ ഈ നാടിനെ രക്ഷപ്പെടുത്താനാകില്ല എന്ന ഏറ്റവും നന്നായി തിരിച്ചറിയുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കാര്യം, ഏറ്റവും തിരിച്ചറിയുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന കാര്യം മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, നിരവധി ആളുകൾ കർഷകരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കി അവസരം ലഭിക്കുന്ന ആളുകൾ ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കണം. മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഷാഫി പറമ്പിൽ MP പരിഭാഷപ്പെടുത്തി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ആ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, stating their issues, Rahulji, they will be. പ്രിയപ്പെട്ടവരെ, ഒരു പ്രയാസകരമായ അനുഭവമായിട്ടാണ് പ്രിയപ്പെട്ട ലൈസാമ ഏലിയാസ് AV അമ്പാട്ടിൻ്റെ ഭാര്യ ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാലും രാഹുൽ ഗാന്ധിക്ക് ഒരു നിവേദനം അവർ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഒരു വാക്ക് അവർ പറയും. എൻ്റെ പേര് ലൈസാമ ഏലിയാസ്. എനിക്ക് പറയാനുള്ളത് പേപ്പറിലാക്കിയിട്ടുണ്ട്, അത് അങ്ങോട്ട് കൊടുക്കും. എനിക്ക് പറയാനുള്ളത് ഒരു പേപ്പറിലാക്കിയിട്ടുണ്ട്, അത് അങ്ങോട്ട് കൊടുക്കും. ആ വീട്ടമ്മയുടെ പ്രിയ ഭർത്താവ് കാർഷിക കടബാധ്യത കൊണ്ട് ആഴ്ചകൾക്ക് മുൻപ് ജീവിതം അവസാനിപ്പിച്ച ദൗർഭാഗ്യകരമായ സംഭവം വിവരിക്കാൻ അവർക്ക് വാക്കുകളില്ല.
അവരത് എഴുതി രാഹുൽജിക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചെറുപുഴയിലുണ്ടായ ദാരുണമായ സംഭവത്തിലാണ് കാർഷിക അവാർഡ് ലഭിച്ചൊരു വ്യക്തിയാണ്. അവാർഡ് ലഭിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല. സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടിയില്ല. കടബാധ്യതകൾ മൂലം അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്ന ദൗർഭാഗ്യകരമായ അനുഭവം നമ്മൾ ഓർമ്മിക്കുന്നു. ആ വേദനയാണ് രാഹുൽജിയെ ആ വീട്ടമ്മ അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പച്ചക്കറി ഉൾപ്പെടെയുള്ള വിവിധ കൃഷികൾ നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭർത്താവിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ when they started cultivating banana, the price was 55 rupees per kilo. By the time it was ripe, the price fell down to just 23 rupees. It fell down to just 23 rupees. By a single crop, he was facing lakhs of debt. He was in a debt trap. He could not live it up. He suicide using pesticides. That is her sad story. ഒരു കർഷകന്റെ വേദനയാണ് ഇവിടെ. യെസ്. അടുത്തതായി രഞ്ജിനി രതീഷ്, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവരുടെ ഒരു വേദന രാഹുൽജിയോട് പറയും. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ ആർലഫാം 13 ബ്ലോക്കിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 2025 7-ാം തീയതി ഞങ്ങളെല്ലാവരും കൂടി പുഴയിൽ പോയ സമയത്ത് കാട്ടാന ഓടിച്ചു. അങ്ങനെ കാട്ടാനയുടെ അടിയിൽ പെട്ടുപോയി. അങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി എന്നെ തുമ്പിക്കൈ കിട്ട് കാലിനിട്ടടിച്ചു. അവിടുന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ കണ്ണൂർ 5 ദിവസം അഡ്മിറ്റൊക്കെ ആയിരുന്നു. അവിടുന്ന് പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. എന്നിട്ടും കുറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഫോറസ്റ്റുകാർ പറഞ്ഞു അത് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ടും ഈ ഒരു വർഷകാലം പിന്നെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയി, MRI എടുത്തു. അതിനും കുറേ കാശൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്ക് കാട്ടാനയുടെ ശല്യം അതിഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല. ഇതിൻ്റെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായമൊന്നും ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവൊന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, കൊടുക്കണ്ട, അത് കിട്ടുമെന്നില്ല, വെറുതെ അതിൻ്റെ പുറകെ നടക്കണ്ട എന്നൊക്കെ അവർ പറഞ്ഞു ഒഴിഞ്ഞു മാറി. പത്രവാർത്തയിൽ പോലും അവർ കള്ളം പറഞ്ഞു ആന ഓടിച്ച് വീണിട്ട് പരിക്ക് പറ്റിയതാണെന്ന്. പക്ഷെ അന്ന് ആനയുടെ അടിയിൽ പെട്ട് തുമ്പിക്കൈ വെച്ച് വലത് കാലിനിട്ട് അടിച്ചിരുന്നു. അതിന് എന്നിട്ട് നഷ്ടപരിഹാരം ഒന്നും അവർ തന്നിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രയാസം ഇപ്പം അനുഭവിക്കുന്നുണ്ട്. Sir, she is Ranjini Radish, a school-going student. She was attacked by an elephant near her home. She was attacked by the trunk. She fell down into water. The elephant tried to trample her in that water. Luckily, she escaped. She was injured and she was taken to hospital. But the authorities told her that this is nothing serious and asked her to went back, ask her to go back. But she has not received any kind of help from the government system. Till now, she is undergoing treatment. Even recently, she had some injury on her right leg. It was right leg, yeah. She was attacked by the trunk and elephant, and she was even tried to trampled, but luckily she escaped.
her parents were watching. In front of her parents this happened. Till this date, no treatment support has been given by the government. അടുത്തത് സംസാരിക്കുന്നത് ഇൻഫാമിൻ്റെ സർ. നെക്സ്റ്റ് ഇസ് ഇന്ത്യൻ ഫാമേഴ്സ് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാഴിയിൽ. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പ്രിയപ്പെട്ട അച്ഛൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. രാഹുൽജി ആൻഡ് വേദിയിലിരിക്കുന്നവരെ, ഇവിടെ ഞാൻ കേരളത്തിലെ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ പറ്റിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ പ്രതിസന്ധികൾ അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ നേതാക്കന്മാർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ 6 പോയിന്റുകളാണ് അങ്ങയുടെ മുമ്പിലൂടെ അവതരിപ്പിക്കുക. ഒന്നാമതായിട്ട് വന്യമൃഗശല്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വന്യമൃഗശല്യം നമ്മുടെ ആന, അതുപോലെ പന്നി, കുരങ്ങ് തുടങ്ങിയവ ഇവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ അത് കർഷകരുടെ സ്ഥലങ്ങളിൽ കയറി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 285ഓളം കർഷകരുടെ ജീവനാണ് വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ പൊലിയുവാനായിട്ട് കാരണമായത്. രണ്ടാമതായിട്ട് നഷ്ടപരിഹാരമാണ്. ഇതിനുള്ള നഷ്ടപരിഹാരത്തെ പറ്റിയാണ്. ഇന്ന് ഈ വന്യമൃഗശല്യം മൂലം നശിക്കുന്ന വിളകൾക്ക് നഷ്ടപരിഹാരമായിട്ട് തുച്ഛമായ വിലകൾ മാത്രമാണ്. ഉദാഹരണത്തിന് കായ്ച്ച തെങ്ങിന് 770 രൂപ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള ചെലവ് അതല്ല. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം വിലത്തകർച്ച എന്നുള്ളതാണ്. റബ്ബർ, കശുവണ്ടി, തേങ്ങ, പാല് തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനൊരു MSP പ്രഖ്യാപിക്കാറില്ല. ഇപ്പോഴിവിടെ സൂചിപ്പിച്ചു, നമ്മുടെ സ്വാഗതത്തിൽ 150 രൂപ വില സ്ഥിരത പ്രഖ്യാപിച്ചെങ്കിലും ഇന്ന് അത് ഓരോ പ്രാവശ്യവും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് കടന്നു വരുമ്പോൾ 300 രൂപയെങ്കിലും തറവില പ്രഖ്യാപിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പിന്നീടുള്ള ചോദ്യം. പിന്നെ ഈ മലയോര മേഖലയിൽ നമുക്കറിയാവുന്ന പോലെ ഒരു സംഭരണശാല, ശീതീകരണ സംഭരണശാല ഇല്ല എന്നുള്ളതാണ്. ഹാർവെസ്റ്റ് സീസൺ ആകുമ്പോൾ ഇവിടെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് സംഭരിച്ച് ശീതീകരിച്ച് വെക്കുകയാണെങ്കിൽ കർഷകർക്ക് അത് ഏറ്റവും വലിയ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഒരു സംഭരണശാല ഇവിടെ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അഞ്ചാമതായിട്ട് കർഷക പെൻഷനാണ്. എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്ക് അവർക്ക് വാർദ്ധക്യത്തിൽ ജീവിക്കാനുള്ള ഒരു പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ അവർക്ക് മക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവർക്ക് തുച്ഛമായ 2000 രൂപയൊക്കെയുള്ള ആ പെൻഷൻ കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു 10000 രൂപയെങ്കിലും കർഷക പെൻഷൻ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം. അവസാനമായിട്ട് കർഷകർക്ക് ലോൺ അനുവദിക്കുന്നതിനെ പറ്റിയാണ്. സാധാരണക്കാർക്ക് ലഭിക്കുന്നത് പോലെ കർഷകർക്ക് ഈ വലിയൊരു തുകയ്ക്കുള്ള ലോൺ അനുവദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. കർഷകർക്ക് പ്രത്യേകമായി പരിഗണന നൽകിക്കൊണ്ട് 3% പലിശയിൽ കാർഷിക വൃത്തി തുടങ്ങുവാനായിട്ടും കൃഷി ഇറക്കുവാനായിട്ടും ഒപ്പം തന്നെ കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് ലോൺ നൽകുവാനും അവർക്ക് വീട് നിർമ്മാണത്തിനും 3% പലിശയ്ക്ക് നൽകുവാൻ സാധിക്കുമോ? അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പലപ്പോഴും ഈ മലയോര മേഖലയിൽ നിന്നും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് തലത്തിലേക്ക് അല്ലെ മന്ത്രിതലങ്ങളിലേക്കൊക്കെ രൂപീകരിക്കുമ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധികളെ മന്ത്രിമാരാക്കിക്കൊണ്ട് ഈ മലയോര മേഖലയ്ക്ക് ഉപകാരപ്രദമാക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത UDF ഗവൺമെൻറ് ഭരണത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. Sir, we have an English copy of his petition. This is mainly regarding the difficulties faced by high range area. His last request was, coming to the last point first, whenever UDF comes to power, he is requesting for a minister from high range area so that he could understand
all difficulties if UDF comes to power, and he will address it. Next thing is, sir, hilly areas. So the major issue is wildlife menace, human-animal conflict. They are losing their lives, plus all their crops are destructed when it is time for ripe. No professional approach is being done to counter this issue. Next thing is about the compensation. If ever the crops are destroyed, not enough compensation they are getting. Even they are not getting the cost of production. They are facing losses every year after year because of this wildlife menace. And whenever price crash happens, there is no MSP. Even for rubber, coconut or any other product, there is no MSP. So if the prices crashes in the market, the farmer alone it is his fate to face that. And he is asking for food processing facilities. There is no cold storage facilities in local areas. If ever they get something right, they can't store it. They is just destroyed because no processing units, no cold storage units. Next is pension. They are requesting and demanding 10,000 rupee pension for farmers because they hard work they toil for all these years, and when they turn 60, when they physically get ill, they are forced to depend their children for their livelihood. Next one is loan for farmers, low interest loans. They are setting, corporates are getting big loans but not farmers. These issues they have written it in English. I'll hand over this to you. Thank you, Father. അടുത്തതൊരു ക്ഷീര കർഷകയാണ്, പേര് തന്നിരിക്കുന്നത് അമൃത കേളകം. മുമ്പോട്ട് കടന്നു വരും. അമൃത കേളകം ഇങ്ങോട്ട് മുമ്പോട്ട് കടന്നു വരും. മോനോ. നമസ്കാരം രാഹുൽജി. ഐ ആം അമൃത ഫ്രം കേളകം. ഞാൻ ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാനമായ ഒരു പ്രശ്നമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മളെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ പണിയെടുക്കുന്ന ഇതിനുള്ള വേതനം ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ്. എന്നാൽ ഇതിൻ്റെയും കൂടി ഒരു വേതനം കിട്ടുമ്പോൾ ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളിത് ഒരു ഇതിൽ വക ഒളിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന ഓരോ പശുവിനും ഓരോ കർഷകനും ഒരു ഇൻഷുറൻസ് പദ്ധതി ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ അളക്കുന്ന 12 മാസവും ഞങ്ങൾ അളക്കുന്ന പാലിന് എല്ലാ ദിവസവും 2 രൂപയെങ്കിൽ 2 രൂപ, 3 രൂപയെങ്കിൽ 3 രൂപ അത് സബ്സിഡി ആയിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുക. അതുപോലെ പുല്ലിനും കാലിത്തീറ്റയ്ക്കും സബ്സിഡികൾ അനുവദിക്കുക. ഫാം നടത്തുന്ന കർഷകർക്ക് ധാരാളം കറണ്ട് ചാർജ് വളരെ കൂടുതലാണ് ഈടാക്കുന്നത് KSEB. അത് കാർഷിക താരിഫിലേക്ക് മാറ്റി അതിലേക്ക് മാറ്റിത്തരാനുള്ള ഇതിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ ഞങ്ങൾ വളർത്തുന്ന പശുക്കൾക്ക് അസുഖം വരുന്നത് വളരെ നല്ല സാംക്രമിക അസുഖങ്ങളാണ് വരുന്നത്. ആ അസുഖത്തിൽ ഒരു സൗജന്യ ചികിത്സ ഞങ്ങൾക്ക് കർഷകന് അനുവദിച്ച് നൽകുക. അതുപോലെ ഒരു ആംബുലൻസ് ക്ഷീരകർഷകർക്കായി അവരുടെ ഉരുക്കളെ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് അനുവദിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. Sir, she's a dairy farmer. They used to get up 3:30 in the morning and start their work at 4 a.m. till 6:40 they do the hard work. And their primary request is, if ever their job is being included in Manrega, they strongly believe that that will be good for Manrega also, and that will be good for their survival also. If their labor can be included as a Manrega work, they say that will be a great support for them, because they can do the hard work, they will earn something from that job also, plus they will get the profit. So that is the major issue regarding dairy farmers. Then they ask for ambulance facility, they ask for pension, they ask for these facilities when pandemic diseases occur. There is no treatment facility and there is no treatment help also given to their cows. So when some difficulties come, they are all alone. No one is there to help. Enough support also is being not given. Subsidy for their cattle feeds also is not being given. Such are their issues. She is a dairy farmer, Amrita. നെൽകർഷകൻ ശ്രീ കുഞ്ഞബ്ദുള്ള.
ബഹുമാനപ്പെട്ട രാഹുൽജി, ഷാഫി പറമ്പിൽ എല്ലാവരും അഭിനന്ദിക്കുന്നു. ഞാൻ ചെനടത്തൂർ ചിറയിൽ നിന്ന് കൃഷിക്കാരനാണ്. എനിക്ക് മുമ്പ് 8 വർഷത്തോളം 8 ഏക്കറോളം എനിക്ക് കൃഷി ഉണ്ടായിരുന്നു. ഞാൻ 36 വർഷം ഗൾഫിൽ ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ കൃഷിയിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഞാൻ കൃഷിയിൽ നിന്ന് ഇങ്ങനെ കളപറിക്കുമ്പോൾ എന്നെ വന്ന് വിളിച്ചു, ഷാഫി പറമ്പിൽ വിളിക്കുന്നുണ്ട്, ഉടനെ പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നെല്ല് കൊടുത്താൽ പൈസ കിട്ടുന്നില്ല. പൈസ കിട്ടണമെങ്കിൽ 8-9 മാസം കഴിഞ്ഞ ഞങ്ങൾക്ക് ഡിസംബറിലാണ് പൈസ കിട്ടിയത്. മാർച്ചിൽ നെല്ല് കൊടുത്ത് ഡിസംബറിലാണ് പൈസ കിട്ടുന്നത്. അതും സബ്സിഡി ആയിട്ടല്ല കിട്ടുന്നത്, അത് ബാങ്ക് ലോണായിട്ടാണ് കിട്ടുന്നത്. കേരള ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾക്ക് നേരിട്ട് പൈസ കിട്ടുന്നില്ല, ബാങ്കിലാണ് വരുന്നത്. രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ വിചാരിച്ച യന്ത്രങ്ങളില്ല, മോട്ടർ കിട്ടുന്നില്ല. സബ്സിഡി ആയിട്ട് പണ്ട് മോട്ടറൊക്കെ കിട്ടിയിരുന്നു, ഇപ്പം മോട്ടറുകൾ കിട്ടുന്നില്ല. പിന്നെ മരുന്നടിക്കാൻ മിഷ്യൻ കിട്ടുന്നില്ല, പമ്പ് സെറ്റില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഉയ്ത്ത് മിഷ്യനില്ല. ഒരു ഉയ്ത്ത് മിഷ്യൻ ഉണ്ട്, അത് എല്ലാ ദിവസവും കിട്ടിയെന്ന് വരില്ല. ഉയ്ത്ത് മിഷ്യനില്ല. ഈ സാമഗ്രികളൊന്നും കൃഷിക്ക് വേണ്ടി കിട്ടുന്നില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളം കൊടുക്കാനുള്ള സംവിധാനമില്ല. ഈ ഉള്ള വെള്ളം പുഴയിലേക്ക് അടിച്ച് പറ്റിക്കുക ചെയ്യുന്നത്. ആ വെള്ളം പിന്നെ ഇങ്ങോട്ട് കൊടുക്കാനാകുന്നില്ല. കനാല് വഴി വെള്ളം വരുന്നില്ല. ഇതുവരെ കനാലിൽ വെള്ളം എത്തിയിട്ടില്ല. കൃഷി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെനഞ്ഞാന്ന് ഒരു ആശ്വാസമായി ചെറിയൊരു മഴ കിട്ടിയുണ്ട്, ഒരു ആശ്വാസമായി. അതല്ലെങ്കിൽ ഞങ്ങൾ കൃഷി ഉണങ്ങിയതാണ്. വെള്ളം കൊടുക്കാനുള്ള സംവിധാനം എത്തുന്നില്ല. ഇതുവരെ ആയിട്ടും കനാലിൽ വെള്ളം വന്നിട്ടില്ല. കനാല് വലിയ കനാൽ അവിടെ ഉണ്ട്, പക്ഷെ വെള്ളം എത്തുന്നില്ല. ആ സംവിധാനം ഒന്നുകൂടി പറയണം. പിന്നെ ഞങ്ങളൊക്കെ Sir, I'll make it short. He's a paddy farmer. Whenever the government procure their product, they are getting the price only after 8 or 9 months. And that also is given as a loan from the banks. If the government is not paying the loan on time, their rating is being reduced. They are not getting the price for 8 to 9 months. And there is no cost of production analysis being done, no MSP being done. They are not getting even pump set. Irrigation facilities are weakened. So they are feeling that to continue in this area, it is getting very tough, and no youngsters are coming this way. So they have all those issues. Paddy farmers across Kerala is facing this issue. Crores of rupees is pending. They never get their money on time. Bijinith Ayyagunnu. കശുവണ്ടി കർഷകനാണ്. ഒരു മൈക്കോൺ. നമുക്ക് സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ 1-2 പേരെ കൂടെ കേൾക്കാനുള്ള സമയം നമുക്കുള്ളൂ. ഞാൻ കച്ചേരിക്കടവിൽ കശുമാവ് കൃഷി ചെയ്യുന്ന ഒരു 10 ഏക്കർ സ്ഥലത്തോളം കശുമാവ് കൃഷി ചെയ്യുന്ന കർഷകനാണ്. എനിക്ക് 2024-25 ഇന്ത്യ ഗവൺമെൻറ്റിലെ ഏറ്റവും നല്ല കശുവണ്ടി കർഷകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇരിട്ടി മേഖലയിൽ ഏറ്റവും നല്ല കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഇരിട്ടി മേഖല. ആ ഇരിട്ടി മേഖലയിൽ ഏറ്റവും നല്ലത് എന്ന് പറയാൻ കാരണം, സാധാരണ സ്ഥലത്ത് 25 മുതൽ 28% വരെ പരിപ്പാണ് കിട്ടുന്നത്. പക്ഷേ ഇരിട്ടി മേഖലയിലെ കശുവണ്ടിക്ക് 33% പരിപ്പ് കിട്ടുന്നുണ്ട്. ആ കശുമാവ് കൃഷി അവസാനിച്ചു പോകുന്ന അവസ്ഥയാണ്. കർഷകന് ആ കശുമാവ് കൃഷി തുടർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒന്നാമത്തെ കാരണം അതിന് വില സ്ഥിരതയില്ലായ്മയാണ്. ഇപ്പോൾ കിട്ടുന്ന വില 160 രൂപ ഇന്ന് വില കിട്ടുന്നുണ്ടെങ്കിൽ കശുവണ്ടിയുടെ ഏറ്റവും നല്ല സീസൺ ആകുമ്പോഴത്തേക്കും 60 രൂപ വിലയിലേക്ക് താന്നു പോകും. അപ്പോൾ ശരാശരി വില കുറവ് വരുന്നു. ഈ വിലയിൽ ഒരു കിലോ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതിന് 80 മുതൽ 105 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ചെലവ് വരുന്ന കശുവണ്ടി പിന്നെ കൃഷി മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ പറയുന്നത്, കൃഷിക്ക് ആവശ്യമായ വളവും പിന്നെ തൈകൾ, വളം, മരുന്ന് ഇത് ലഭ്യമാക്കാനുള്ള അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ കശുവണ്ടി കൃഷി മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ ആൽക്കഹോൾ പിന്നെ എഴുതി കൊടുക്കാം. ഞാൻ പറഞ്ഞു, ട്രാൻസ്ലേറ്റ് ചെയ്തു. കശുവണ്ടി
they would like to introduce. Sir, this is Ambarish. He is having Down syndrome. He is not well, but he is in his homeland. He is cultivating vegetables, and he is awarded as the best student farmer in his panchayat. He would just like to meet you on the stage. He is Ambarish, though he is facing Down syndrome. He is a hard worker, and he has been rewarded as the best student farmer in his locality. Amma. ഡൗൺ സിൻഡ്രോം ബാധിച്ച അംബരീഷ് ഒരു ദിവസം വെറുതെ ഒരു ഉപകരണം എടുത്തിട്ട് കളക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള ഒരു ചെടിയുടെ തൈ എടുത്തിട്ട് അവിടെ കുത്തിവിടുന്ന കണ്ടിട്ട് അച്ഛൻ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൃഷി ചെയ്യാണെന്ന് പറഞ്ഞു. ആ അച്ഛനും അമ്മയും അംബരീഷിനെ സഹായിച്ച് അവിടെ അവരെ വേണ്ട ഉപകരണങ്ങൾ ഒരുക്കി കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇപ്പൊ പേരാവൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച കുട്ടി കർഷകനായിട്ടുള്ള അവാർഡ് അംബരീഷ് വാങ്ങുകയാണ്. അപ്പോൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വരാൻ ഒരുപാട് പ്രയാസമുള്ള സ്ഥലത്ത് വലിയൊരു പ്രചോദനമായിട്ടാണ് അംബരീഷിനെ പോലുള്ള ആളുകൾ നിൽക്കുന്നത്. ഇവിടെ വന്യമൃഗശല്യത്തെ പറ്റി പ്രിയപ്പെട്ട ശ്രീ തോമസ് വെട്ടത്ത് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ പരാതികൾ നൽകിയിട്ടുണ്ട്. കശുമാവിനെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്, തെങ്ങിനെ സംബന്ധിച്ച് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്, വാഴയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഭൂമിയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ആദിവാസി ഭൂമിയും മറ്റു വിനിയോഗവുമായി ബന്ധപ്പെട്ട പരാതികൾ നിരവധി പേർ ഇവിടെ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ജോണി കൊട്ടുപള്ളി മുളയുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം തന്നിട്ടുണ്ട്. അപ്പോൾ അവരുൾപ്പെടെയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഷാജു എടശ്ശേരി ഊതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ നിവേദനങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കും. അദ്ദേഹത്തിന് നിവേദനങ്ങളായി കൊടുത്ത് അടുത്ത സർക്കാർ സംവിധാനത്തിന് മുമ്പിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള നിർബന്ധമായ ഇടപെടലുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ട രതീഷ് കെ ആറളം ഫാമിൽ ആനശല്യം വന്യമൃഗശല്യത്തിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നവരുടെ വേദന പങ്കുവെക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ജോണി തോമസ്, അതുപോലെ വനാവകാശ നിയമത്തെ സംബന്ധിച്ച് ശ്രീ റോയ് പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇവിടെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്, കാര്യങ്ങൾ പറയാൻ വന്നു ചേർന്നിട്ടുണ്ട്. സമയത്തിന്റെ കുറവ് മൂലം കൂടുതൽ ആളുകൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പ്രിയപ്പെട്ട കെൻ കാർബൺ ക്രെഡിറ്റിനെ സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് നിവേദനങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീ ജസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ശ്രീ സത്യൻ മുഴക്കുന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. പക്ഷെ സമയക്കുറവ് മൂലം നമുക്കത് മുഴുവൻ അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പം Rahulji, there is a gift for you. This is a bamboo farmer. Bamboo farmer. He says there is huge potential for this thing in Kerala. It stops soil erosion, it stops landslides, but there is no professional approach for. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്തതിനു വേണ്ടി നമ്മളെ കേട്ട കർഷകരുടെ ഇന്ത്യയുടെ ശബ്ദം, പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. दीपा दास मुंशी जी, केसी वेणुगोपाल जी, सनी जोसेफ जी, सुधाकरन जी, शफी परम्बिल जी, मार्टिन जॉर्ज जी, वीए नारायणन जी, चंद्रन तिलेकेरी जी, सोनी सेबेस्टियन जी, करीम जी, पीटी मैथ्यू जी, Father Matthew Tekamai ji, dear brothers and sisters, I'd like to welcome all of you here today. അധ്യക്ഷവേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ Better here. This I'm telling him to do it, you translate. I'm telling him to do it from here because translation is a dangerous job. I have a better voice down, Bhaiya.
അധ്യക്ഷവേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. People think translation is easy, translation is not easy. പരിഭാഷ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അത് വിചാരിച്ചത്ര എളുപ്പമല്ല എന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. You know, whenever I listen to our farmers, whenever I listen to our farmers, and this is across the country, they have always got complaints, always facing difficulties. ഞാൻ ഈ രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോൾ കർഷകരെ കാണുമ്പോൾ എപ്പോഴും അവരെ കേൾക്കുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് പരാതികൾ ഉണ്ടാവാറുണ്ട്, അവർക്ക് പറയാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. Today when you were speaking, I was thinking about agriculture in India. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. You were talking about man-animal conflict. Young lady over there got attacked by an elephant. നിങ്ങൾ വന്യമൃഗശല്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ഒരു കുഞ്ഞു പെൺകുട്ടി അവർക്ക് തന്നെ നേരിടേണ്ടി വന്ന ആനയുടെ അക്രമത്തെ സംബന്ധിച്ച് നമ്മളോട് വിവരിച്ചു. You were talking about food storage. നിങ്ങൾക്ക് ഇവിടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള അവകാശങ്ങൾ അതല്ലെങ്കിൽ സൗകര്യങ്ങളില്ലാത്തതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. The fact that you do not have cold storage facilities. അതിന് ശീതീകരിച്ച സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കാൻ ഇവിടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. Talking about not receiving the minimum price for your goods. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, പഴവർഗ്ഗങ്ങൾക്ക്, പച്ചക്കറികൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, നിങ്ങൾക്ക് താങ്ങുവില പോലും ലഭിക്കുന്നില്ല. And while you were speaking, I was thinking about this building. ഞാൻ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, കെട്ടിടത്തെ സംബന്ധിച്ച് പോലും ഞാൻ ആലോചിക്കുകയായിരുന്നു. And I was thinking that it would be impossible for this building to be built without building a foundation, without having a strong foundation. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇതിങ്ങനെ മനോഹരമായ ഒരു കെട്ടിടമായി മാറണമെങ്കിൽ അതിന് ശക്തമായ അടിത്തറ വേണം. അതിശക്തമായ അടിത്തറയില്ലാതെ ഇതൊരിക്കലും ഇതുപോലത്തെ ഒരു കെട്ടിടമായി മാറുമായിരുന്നില്ല. We are able to sit here today and have this conversation. There is a roof in this building, there are pillars in this building, there are walls in this building, but without a foundation it would be impossible for anything to be constructed. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഇടത്തിന് മേൽക്കൂരയുണ്ട്, അതിന് ചുമരുകളുണ്ട്, അതിന് തൂണുകളുണ്ട്, അതിന് വാതിലുകളുണ്ട്, ജനലുകളുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടാവണമെങ്കിലും അതിശക്തമായ ഒരു അടിത്തറയില്ലാതെ ഇതൊന്നും ഇവിടെ കെട്ടിപ്പൊക്കപ്പെടുമായിരുന്നില്ല. And if somebody went to the architect who was building this building and said, build the building without a foundation, the architect would look at him and say, you're a fool. ഇതുണ്ടാക്കിയ എഞ്ചിനീയറുടെ അടുക്കൽ ചെന്ന് ഈ കെട്ടിടം ഇതിനൊരു അടിത്തറയില്ലാതെ, ഫൗണ്ടേഷൻ ഇല്ലാതെ കെട്ടിപ്പൊക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം നമ്മളോട് പറയുമായിരുന്നു. And it's not a complicated thing, it's a simple thing. അത് വളരെ മനസ്സിലാക്കാൻ പ്രയാസകരമായ ഒന്നല്ല, വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. And just like this building needs a foundation, countries need foundations. ഈ കെട്ടിടത്തിന് എങ്ങനെയാണോ ശക്തമായ ഒരു അടിത്തറ വേണ്ടത്, അതുപോലെ തന്നെ രാജ്യത്തിനും അതിശക്തമായ ഒരു അടിത്തറ വേണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Country is not built in the air. Country is not built in the air. വായുവിലല്ല ഈ രാജ്യം നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് ഈ നാടിനറിയാം. A roof cannot be built without walls. മേൽക്കൂര ചുമരില്ലാതെ നിലനിൽക്കുന്ന ഒന്നല്ല. Walls cannot be built without the foundation. ആ ചുമരുകൾക്ക് അടിത്തറയായി ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതിനും നിലനിൽക്കാൻ കഴിയില്ല. And yet the simple fact that our farmers and agriculture is the foundation of India is not understood. വളരെ ലളിതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അടിത്തറയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കർഷകനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Long lectures are given
about IT, about everything else. But nobody says that nothing can be built in India without a foundation, and the foundation is the Indian farmer. വികസനത്തിന്റെ ഏത് വാതായനങ്ങൾ തുറന്നു കാണണമെന്ന് ആഗ്രഹിച്ചാലും, ഇന്ത്യയിൽ എന്തെല്ലാം നിർമ്മിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അതൊരടിത്തറയില്ലാതെ നടക്കില്ല. അതിനൊരടിത്തറയുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഇന്ത്യയുടെ കർഷകരാണ് എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. And it is not just that the farmer is the foundation. It is that if you do not respect your foundation, you can never build anything. ഈ രാജ്യത്തിന്റെ അടിത്തറ കർഷകരാണ് എന്ന് പറഞ്ഞു വെക്കൽ മാത്രമല്ല, അത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കർഷകരെ ആദരിക്കാൻ ഈ രാജ്യം പഠിച്ചിട്ടില്ലെങ്കിൽ, ആ കർഷകരെ ഈ രാജ്യം ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കെട്ടിപ്പൊക്കിയതൊന്നിനും നിലനിൽപ്പുണ്ടായിരിക്കില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. And if there is one problem in our country, it is that the person who produces the foundation, the person who gives his entire life to build the foundation of our country, does not have any respect and any protection. ഖേദകരമെന്ന് പറയട്ടെ, ഈ അടിത്തറ ശക്തമാക്കുന്ന, ഈ അടിത്തറയെ കരുത്തുറ്റതാക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ആളുകൾ അവരർഹിക്കുന്ന അവർക്ക് ആദരവ് ഈ ഭരണകൂടം നൽകുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. We eat food every day, but we never remember how that food came to our table. Who put that food on our table? We never remember that. 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ നമ്മുടെ മേശപ്പുറത്തേക്ക് ആ ഭക്ഷണം എത്തിച്ചു തരുന്ന കർഷകരെ കുറിച്ച് ആലോചിക്കാറേയില്ല എന്നുള്ളതാണ് വസ്തുത. So India can only be successful if our foundation, our farmer, is respected and protected. ഇന്ത്യ വിജയകരമായ ഒരു രാജ്യമാവണമെങ്കിൽ, വികസിതമായ ഒരു രാജ്യമാകണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നാടിന്റെ അടിത്തറയായ കർഷകർ അർഹിക്കുന്ന ആദരവ് അവർക്ക് നൽകുക എന്നുള്ളതാണ്. Now if we are sitting here and suddenly somebody came with a JCB and started digging the foundation of this building, everybody would stop him and say, "You've gone crazy." ഇപ്പോ ഈ കെട്ടിടത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു JCBയുമായി കെട്ടിടത്തിലേക്ക് കടന്നു വന്ന് ഇതിന്റെ തറയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പറയും, അരുത്, അത് ആ കെട്ടിടത്തിന്റെ നിലനിൽപ്പാണെന്ന്. Everybody would say to him, "Listen, don't use this JCB because the whole building will collapse." അത് ചെയ്യരുത്, ചെയ്താൽ ഈ കെട്ടിടം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് ഇവിടെയുള്ളവർ ഒരേ സ്വരത്തിൽ അത് ചെയ്യാൻ വരുന്നവരോട് പറയും. And yet the Prime Minister of India has signed a deal with President Trump that is like taking a JCB and digging the foundation of our country. ഇന്ത്യ രാജ്യത്തിന്റെ കർഷകരുടെ നിലനിൽപ്പിന്റെ അടിത്തറയെ തകർക്കുന്ന ഒരു ഒപ്പാണ്, ഒരു ഡീലാണ് അമേരിക്കൻ പ്രസിഡന്റുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. And nobody is saying anything. No media is saying anything. And media is not saying anything. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ, അതിനെ സംബന്ധിച്ച് ഒരു വാചകം പറയാൻ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. Indian farmers have small farms and low level of mechanization. ഇന്ത്യൻ കർഷകർ അവർ ചെറുകിടക്കാരാണ്, ചെറിയ കൃഷിയിടങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ്. American farmers have massive farms and high level of mechanization. അമേരിക്കയുടെ കർഷകർ അങ്ങനെയല്ല, അവർക്ക് വലിയ വലിയ വൻകിട കർഷകരാണ് അവർ. അവർക്ക് അവരുടെ അവരുടെ കാർഷിക മേഖലയിൽ മുഴുവൻ അവർക്ക് മെഷീൻ ഉൽപ്പന്നങ്ങൾ വഴി അവരുടെ കൃഷിയെ കൊണ്ടു നടക്കുന്നവരാണ്. It is a criminal act to allow access to the Indian agricultural market for American farmers. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻകിട കൃഷി ചെയ്യുന്ന ആളുകളെ ഈ ഇന്ത്യയുടെ പാവപ്പെട്ട കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. And I can tell you with confidence that no Indian Prime Minister would do this. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നു, മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരു അപകടം ഈ രാജ്യത്തിനോട് ചെയ്യില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Allowing American farmers to sell soya bean, corn,
fruits in India, no prime minister would allow this. അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് വിറ്റഴിക്കാൻ അവർക്ക് തുറന്ന അവസരം നൽകാൻ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും തയ്യാറാകുമായിരുന്നില്ല. Because it is going to destroy the foundation that we have built so carefully. കാരണം അത് ഇന്ത്യയുടെ കർഷകന്റെ നിലനിൽപ്പിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന ഒന്നായി മാറും. The whole green revolution, the white revolution, these happened because we believed that we needed a foundation built in agriculture. ഇന്ത്യ രാജ്യം നേടിയെടുത്ത കാർഷിക രംഗത്തെ നേട്ടങ്ങൾ, ഹരിത വിപ്ലവം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ ക്ഷീര കർഷക മേഖലയിൽ ഉണ്ടാക്കിയ വിപ്ലവങ്ങൾ, ആ വിപ്ലവങ്ങളെല്ലാം തകർക്കപ്പെടാൻ കാരണമാകുന്ന നയങ്ങളാണ് ഈ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. For 4 months, the US-India deal was stuck, was not moving. 4 മാസത്തോളം ഇന്ത്യ അമേരിക്ക ഡീൽ അത് ഈ പറയുന്ന ട്രംപിന്റെ ഇടപെടൽ മൂലം അത് തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. And I kept checking why it was stuck. അത് എന്താണ് കാരണം എന്നുള്ളത് ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. I was curious. എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. And the answer I kept getting is that it is stuck because of agriculture. അത് തടസ്സപ്പെട്ടു നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കാർഷിക മേഖല തന്നെയായിരുന്നു. Indian government does not want to open Indian agriculture to American companies. ആ തടസ്സപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ സർക്കാരിന് ഇന്ത്യയുടെ പാവപ്പെട്ട കർഷകന്റെ ഈ ഉൽപ്പന്നങ്ങൾ വരുന്ന കാർഷിക മേഖല അത് അമേരിക്കയുടെ ഭീമന്മാർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കണമെന്ന ആഗ്രഹം ഗവൺമെന്റിന് അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. I checked this with multiple times with different people in government. ഞാൻ നിരവധി തവണ നിരവധി ആളുകളോട് ഇതേ സംബന്ധിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അവരിൽ നിന്നെല്ലാം കിട്ടിയ ഉത്തരം അത്തരത്തിലുള്ളതായിരുന്നു. Nothing was moving. അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല, അതിന് അനക്കമുണ്ടായിരുന്നില്ല. President Trump was threatening the prime minister. അപ്പോഴാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അമേരിക്കയുടെ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കാണേണ്ടി വന്നത്. Then in the president's address I started giving my speech. In the president's address in parliament I started giving my speech. അപ്പോഴാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ഈ അനക്കമില്ലാതിരുന്ന സമയത്ത് പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ പാർലമെന്റിൽ ഞാൻ പ്രസംഗിക്കാനായി ആഗ്രഹിച്ചു. They did not let me speak. പക്ഷേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് പോലും എന്നെ അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. Amit Shah got up. Prime Minister didn't allow me to speak. All the ministers were standing. Speaker stopped me again and again and again. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് പ്രധാനമന്ത്രിയും വേണ്ടപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്താൻ ആരംഭിച്ചു. അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ, കേന്ദ്രമന്ത്രിമാർ നിരവധി തവണ അവർ തടസ്സവാദം ഉന്നയിച്ചു. അതുമാത്രമല്ല, സ്പീക്കർ, രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ പാർലമെന്റിൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ള സ്പീക്കർ, അദ്ദേഹം തന്നെ നേരിട്ട് നിരവധി തവണ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. For the first time in India's history, leader of opposition was not allowed to speak in the president's address. Never happened before. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യൻ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് മറുപടി പറയുന്ന കാര്യത്തിലുള്ള തടസ്സം നേരിടേണ്ടി വരുന്നത് ആദ്യത്തെ അനുഭവമായിരുന്നു. Why were they stopping me? Because they knew I was going to speak about the 2 issues that have trapped the Prime Minister of India. എന്നെ തടസ്സപ്പെടുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റാൽ അതീവ ഗുരുതരമായ ഗൗരവതരമായ 2 കാര്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ തയ്യാറായിരുന്നു. The first is 3.5 million Epstein files that have not yet been released. ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്സ്റ്റീൻ ഫയലുകളുടെ പട്ടികയിൽ 3.5 മില്യൺ ഫയലുകൾ ഇനിയും വെളിച്ചത്ത് വരാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഗുരുതരമായ സാഹചര്യം. Please understand, there are 3.5 million files which are still held secret by the US government. These files have information about the Prime Minister of India. 3.5 മില്യൺ സീക്രട്ട് ഫയൽസ്, രഹസ്യമായ ഫയലുകൾ എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ
അതിനെ ഭയപ്പെടുന്നതിന്റെ കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരും ഉണ്ടായിരിക്കുമെന്ന ഭയമാണ് അവരെ ഭയപ്പെടുത്തിയിരുന്നത്. The information that has been released on Mr. Hardeep Puri and on Mr. Anil Ambani is targeted at the Prime Minister of India. ഹർദീപ് പുരി എന്ന കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചും അനിൽ അംബാനി എന്ന ഈ ഭരണകൂടത്തിന്റെ ഇഷ്ടപ്പെട്ട തോഴനായ വ്യവസായിയെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ അത് അതിന്റെ ആരംഭം മാത്രമായിരുന്നു. ആ വിവരങ്ങളുടെ വഴി അത് നേരെ ചെന്നെത്തുമായിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കായിരുന്നു. And the second weapon held to the head of India's Prime Minister is the Adani case in America. രണ്ടാമത്തെ സമ്മർദ്ദം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അനുഭവിച്ചതും അത് തുറന്നു പറയുമെന്ന് ഭയപ്പെട്ടതും ഈ പറയുന്ന അദാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീകരൻ, ആ കോർപ്പറേറ്റിന്റെ താല്പര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില കേസുകൾ അമേരിക്കയിൽ സജീവമായി നിലനിൽക്കുകയായിരുന്നു. അതും ഇവരെ ഭയപ്പെടുത്തുന്ന ഘടകമായിരുന്നു. Adani is not a normal company. അദാനി എന്ന് പറയുന്നത് കേവലം വ്യവസായ മേഖലയിലെ ഒരു പ്രസ്ഥാനം മാത്രമല്ല. Adani is the financial infrastructure of the BJP and the Prime Minister of India. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും സാമ്പത്തിക സൗകര്യങ്ങളുടെ അടിത്തറയുടെ പേരാണ് ഗൗതം അദാനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And the United States has put a case on Mr. Adani. Mr. Adani cannot leave the country today. ഇന്ത്യയുടെ ഈ വ്യവസായ പ്രമുഖനെതിരെ അമേരിക്കയിൽ വളരെ ഗുരുതരമായ ഒരു കേസ് നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന് രാജ്യം വിടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതീവ ഗുരുതരമായ കേസ്. And the threat to the Prime Minister is very clear, that if you do not do what we want, we will release to everybody your entire financial architecture of you and the BJP. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ പെരുമാറാൻ തീരുമാനിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രഹസ്യ വിവരങ്ങൾ ഓരോന്നും അത് ഞങ്ങൾ പുറത്തുവിടുമെന്നുള്ള ഭീഷണിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മേലെ സമ്മർദ്ദമായി വന്നത്. These two reasons are the cause for the Prime Minister to take a JCB and start destroying India's foundation. ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കർഷകരെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയുടെ അടിത്തറക്ക് നേരെ JCBയുമായി വന്ന് അമേരിക്കയ്ക്ക് വേണ്ടി അതിനെ തകർക്കാനുള്ള നയങ്ങൾ ഈ കരാറിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർബന്ധിതനായത്. Indian farmers are being sacrificed so that the Prime Minister can protect himself and can protect the foundation, the financial foundation of the BJP. സ്വയ സംരക്ഷണത്തിന് വേണ്ടിയും തന്റെയും പാർട്ടിയുടെയും സാമ്പത്തിക അടിത്തറക്ക് വേണ്ടിയും ഇന്ത്യയുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട കർഷകരെയാണ് ഈ ഭരണകൂടം ബലി കൊടുത്തിരിക്കുന്നത്, കുരുതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. And we are not going to allow the farmers of India and Kerala to be sacrificed by the Prime Minister of India. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് അനുവദിക്കാൻ നമ്മൾ ഒരുക്കമല്ല. ഇന്ത്യയുടെ കർഷകനെ കുരുതി കൊടുക്കാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. As far as Kerala is concerned, we are having a process of building our manifesto. I would encourage all of you to be part of that discussion and tell the people who are building the manifesto to include the points that you have raised. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജനങ്ങളുടെ പ്രയാസങ്ങളെ ഉൾക്കൊള്ളുന്ന പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പ്രകടന പത്രികയുടെ നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പരാതികൾ പറയാൻ വന്ന, നിർദ്ദേശങ്ങൾ പറയാൻ വന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങൾ അത് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാനും അതിനുശേഷം ജനങ്ങളെടുക്കുന്ന തീരുമാനപ്രകാരം വരുന്ന ഭരണ സംവിധാനത്തോട് അത് നടപ്പിലാക്കാൻ പറയാനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. And I think the next government in Kerala, the UDF government, should keep in mind that Kerala's foundation is Kerala's farmers and Kerala's laborers. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ജനത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെങ്കിൽ ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ അടിത്തറയും ഈ പാവപ്പെട്ട കർഷകർ തന്നെയാണ് എന്നുള്ള ഓർമ്മ ആ ഭരണകാലം മുഴുവൻ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന്. And instead of Kerala's farmers coming to the government with problems, Kerala's government should go to the farmers as a service provider. Instead of Kerala's farmers coming to the government with their problems, Kerala's government should go, next government should go to the farmers as a service provider. പരാതികളുടെ പരിവേദനങ്ങളുടെ പ്രയാസങ്ങളുടെ കെട്ടുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ
കർഷകർക്കുണ്ടാവാൻ പാടില്ല. അടുത്ത UDF ഗവൺമെന്റിനോട് ഞാൻ പറയുന്നു, അവർക്കുള്ള സേവനത്തിന്റെ പട്ടികയുമായി അവരെ ചെന്ന് കാണാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്ന സാഹചര്യം അതിവിടെ സൃഷ്ടിക്കപ്പെടണമെന്ന് അടുത്ത ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടും. What the farmers need is not very complicated. അവരുടെ ആവശ്യങ്ങൾ അത് ലളിതമാണ്. They need protection on price. അവർക്ക് വില, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉണ്ടായിരിക്കണം. Minimum support price. അവർക്ക് മിനിമം താങ്ങുവില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരിക്കണം. They need a cold chain and storage facilities. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ സൂക്ഷിക്കാനും സംഭരിക്കാനും അത് പ്രോസസ് ചെയ്യാനും കഴിയാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. And they need protection in difficult times. Protection in difficult times. അത് പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സംരക്ഷണ കവചമായി ഒരു സർക്കാർ പ്രവർത്തിക്കണം. So, thank you very much for inviting me here. Thank you very much for inviting me here. And the final thing which I'd like to leave you with, I've been a member of Parliament of Kerala of Wayanad. ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. അവസാനമായി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ മനോഹരമായ നാടിന്റെ ജനപ്രതിനിധിയാവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള, ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. And I have seen with my own eyes the tragedy of man-animal conflict. എന്റെ കണ്ടുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന, നേരിൽ വന്ന യാഥാർത്ഥ്യങ്ങളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ വന്യമൃഗ ശല്യത്തിന്റെ പേരിലുണ്ടാവുന്ന ദുരന്തങ്ങൾ അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. This is a complicated problem, everybody understands. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. The next government is going to look at this problem with sensitivity and with a technological mindset. ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണാൻ അടുത്ത ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടും. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളിലേക്ക് കടക്കണം. അതിന് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എത്രത്തോളം ആവശ്യമാണോ അതിന്റെ പരമാവധി ഉപയോഗത്തോടെ വന്യമൃഗ ശല്യത്തിൽ നിന്ന് കേരളത്തിലെ ജനതയെ മോചിപ്പിക്കാനുള്ള നടപടികൾ അടുത്ത ഗവൺമെന്റിന്റെ ഭാഗമായി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And we are going to put together the best people to come out with a solution for this problem. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്തെവിടെയാണെങ്കിലും ഇതിന് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ ആർക്കാണോ കഴിയുന്നത് അവരുടെ സേവനം അടുത്ത ഗവൺമെന്റ് ഉപയോഗിച്ചിരിക്കും എന്ന വാക്കും ഉറപ്പും നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. We will try our best to reduce this problem as much as possible. മനുഷ്യ സാധ്യമായതിന്റെ അങ്ങേ അറ്റം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ ചെയ്തു തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. Thank you very much. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. Thank you. പ്രിയമുള്ളവരെ, രാഹുൽജിയുടെ വാക്കുകൾ നമുക്ക് ആശ്വാസം പകരുന്നതാണ്. നിരവധി പേര് വന്നിട്ടുണ്ട് പരാതികളുമായിട്ട്. 400 kV ലൈൻകാരുടെ പ്രശ്നമുണ്ട്, ആന തട്ടിയ വിനോദുണ്ട്. അവരുടെ പരാതികളെല്ലാം നേരിട്ട് നൽകാൻ കഴിയാത്തവർ MP-യുടെ ഓഫീസിലോ MLA-മാർ 2 പേരുടെ ഉണ്ട്, ഞങ്ങളുടെ ഓഫീസുകളിലോ എത്തിച്ചാൽ ഞങ്ങളത് ഇവിടെ നിന്നും കളക്ട് ചെയ്ത് രാഹുൽജിയുടെ ഓഫീസിൽ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന കാര്യം അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിജിക്ക്, നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിന്, രാജ്യത്തിൻ്റെ പ്രതീക്ഷയായ രാഹുൽജിക്കും മറ്റ് നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നിങ്ങളെവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഈ ചടങ്ങ് അവസാനിപ്പിക്കുന്നു.